ഹലോ നമസ്കാരം ഞങ്ങളെ. അപ്പൊ ഞാനിന്ന് വന്നതേ നമ്മുടെ മേക്കുന്ന് സൈറ്റിലാട്ടോ ഉള്ളേ. അപ്പൊ മേക്കുന്ന് സൈറ്റിൽ നമ്മള് കിച്ചന്റെ ഫ്ലോറും വർക്ക് ചെയ്യുന്ന ഫ്ലോറും ഒന്ന് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടോ. അപ്പൊ ഒന്ന് അതിന്റെ വിശേഷങ്ങൾ ഞാനൊന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മളിപ്പോ രണ്ടിയാക്കിന്റെ ഉമ്മായം ഇട്ടു, ഒരിയാക്കിന്റെ ഉമ്മായം മിക്സാക്കി. അപ്പൊ ഇനി പ്ലാസ്റ്റർ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ അച്ചിട്ടേക്കുന്നുണ്ട ടൈൽസ് വെച്ചിട്ട് ഇതുപോലെ അച്ചിടുന്ന കേട്ടോ. അപ്പോ കണ്ട ഫുൾ അച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടൈൽസ് വെച്ചിട്ട് അച്ചിടുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗൺ ആയി പോവില്ല. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുമ്മായത്തിൽ തന്നെ അച്ചിടും, കത്തിയും കൊണ്ട് ഇങ്ങനെ കറക്റ്റ്. പക്ഷെ എങ്കിൽ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിക്കുന്ന സമയത്ത് വെള്ളത്തിൽ വലിക്കൂല. നമ്മള് ഇപ്പം ഫ്ലോറ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നനച്ചിട്ടാ പ്ലാസ്റ്റർ ചെയ്യുക, വെള്ളം പോലെ പ്ലാസ്റ്റർ ചെയ്യുക. നമ്മള് തേപ്പിനെല്ലാം എടുക്കുന്ന പോലെ സാധാരണ നമ്മള് ടൈൽസ് വെക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടി വലിക്കുമ്പോ താന്നു. അപ്പൊ ഇതുപോലെ ടൈൽസ് വെച്ചിട്ട് അച്ചിടുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പൊ ലെവല് നല്ല കറക്റ്റ് ആയിരിക്കും, വർക്ക് നല്ല നീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്ലോപ്പൊന്നും ആവില്ല. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് ചെയ്യുന്ന സമയത്ത് ഗമ്മ് കൂടുതൽ വേണ്ടി വരും. നമ്മള് സ്പിച്ച് ലെവൽ വെച്ച് കറക്റ്റ് ആക്കുമ്പോൾ സ്ലോപ്പിന് ലെവലുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ ഗമ്മേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ടൈല് വെച്ചിട്ട് ഇതുപോലെ ടൈല് വെച്ചിട്ട് അച്ചിടുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് കുമ്മായം നല്ല നനച്ചിട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പൊ അതാ പറയാനുള്ളത്. ഓക്കെ. അപ്പൊ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സൈറ്റിലും. അപ്പൊ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ.